എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ. എല്ലാരും ഇന്ന് കൃത്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് മാഷ് ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഒരു മനക്കണക്കാണ്. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോ മനക്കണക്കോട്ട് സാറ്. മിണ്ടരുത്. ഞാൻ പറയണ കണക്ക് ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ആരും ബുക്കിലൊന്നും എഴുതണ്ട. മനക്കണക്ക് ബുക്കും പുസ്തകമൊക്കെ അടച്ചു നോക്കി ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ പതിവ് പോലെ ഇന്നലെ രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. പിന്നെ കുളി, പല്ല് തേപ്പ്, ഡ്രസ്സ് ചെയ്യൽ എല്ലാം കൂടി ആയപ്പോഴത്തേനും ഒരു 6:15. അവിടുന്ന് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. നേരെ ചെന്നത് ഞാൻ മാർക്കറ്റിലാണ്. അപ്പം സമയം 6:30. മാർക്കറ്റിൽ ഞാൻ വെണ്ടക്ക, തക്കാളി, പാവക്ക, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 43 രൂപ 50 പൈസയായി. അപ്പം സമയം ഏതാണ്ട് ഒരു 6:45. അവിടുന്ന് ഞാൻ സൈക്കിളിൽ നേരെ പലചരക്കടയിൽ പോയി. അവിടുന്ന് 1 കിലോ പഞ്ചസാര, 100 ചായപ്പൊടിയും 1 പാക്കറ്റ് മുളക് പൊടി മേടിച്ചപ്പോൾ 38 രൂപ 50 പൈസ. അപ്പം സമയം ഏതാണ്ട് ഒരു 7-7:30 മണിയായി കാണും. അവിടുന്ന് തിരിച്ച് ഞാൻ സൈക്കിളിൽ വന്ന വഴിക്ക് നിർത്തിയിട്ട് സൈക്കിൾ ഷോപ്പിൽ കയറി എൻ്റെ സൈക്കിളിന് 1 രൂപ കൊടുത്ത് കാറ്റടിച്ചു. അപ്പം സമയം 8 മണി. അവിടുന്ന് തിരിച്ച് നേരെ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ സമയം 8:30. അങ്ങനെയാണെങ്കിൽ എൻ്റെ വയസ്സ് എത്ര? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ വയസ്സ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയാം. പറഞ്ഞേ കേക്കട്ടെ. എത്രയാണ് എന്റെ വയസ്സ്? 24 48. എടാ മിടുക്ക. എന്നാലും നിനക്ക് എന്റെ വയസ്സ് എങ്ങനെയാടാ ഇത്ര കൃത്യമായിട്ട് മനസ്സിലായത്? 24 48 ആണോ? അതെ. അപ്പൊ സാറിന്റെ വയസ്സ് 48. എടാ എന്നാലും എന്റെ വയസ്സ് ഇത്ര കൃത്യമായിട്ട് നീ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അതെ, എന്റെ വീട്ടിൽ എനിക്കൊരു ചേട്ടനുണ്ട്. പുള്ളിക്ക് 24 വയസ്സാവുള്ളൂ. നിന്റെ ചേട്ടന് 24 വയസ്സായിക്കോട്ടെ, പക്ഷെ എന്റെ വയസ്സ് നീ എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു? ഈ 24 വയസ്സുള്ള ചേട്ടനെ അരവട്ട പുള്ളിയെ ചങ്ങലക്കിട്ടിരിക്കുക. സാറിന് മുഴുവട്ടല്ലേ? അതെ. അപ്പൊ 24 48. അപ്പൊ സാറിന്റെ വയസ്സ് 48. കോമഡി തമ്പോല. എടി ഞാൻ അന്നേ പറഞ്ഞില്ലേ, രമണിക്കല്ല കുഴപ്പം, അവിടെ ഭർത്താവിനാണ് കുഴപ്പം. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. ഓക്കെ, അത് പ്രശ്നമല്ല. ഞാൻ ചെയ്യാം. സുഖോ എടാ, നീ എവിടെയായിരുന്നടാ? സുഖമില്ല സാർ. ബഹുമാനം. നിന്നെ കണ്ടാ തോന്നുമല്ലോ നീയാന്ന് മുതലാളി. അല്ല പിന്നെ ഞാനല്ലടാ മുതലാളി. അതെ, ഞാനല്ലേ തൊഴിലാളിയല്ലേ? പിന്നല്ലേ. നീ പേടിപ്പിക്കലട്ടാ. അധികം കളിച്ചെങ്കിൽ ഞാൻ ഡിസ്മിസ് ചെയ്താളി. നിങ്ങൾ എത്ര കൊല്ലം എന്റെ കൂടെ മുതലാളിയായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ചൂടാവല്ലടാ. അതെ, നിന്നെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഞാൻ പെട്ടെന്ന് വിളിച്ചു. അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് എന്നെ കാണാൻ കുറച്ച് ആൾക്കാർ മുതലാളിനെ കാണാൻ. ഉദാഹരണത്തിന് ബാങ്കിൽ നിന്ന് ആരെങ്കിലും വന്നു. ബാങ്കിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ല. ഞാനിവിടെ ഉണ്ട്. എടാ, ഞാനിവിടെ ഇല്ലാന്ന് മുതലാളിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മുതലാളി ഇവിടെ ഇല്ല, ഞാനിവിടെ ഉണ്ട്. അങ്ങനെ എന്റെ സ്വന്തം സുകുമാരൻ. പിന്നെ എന്നെ അന്വേഷിച്ച ഒരു ഡോക്ടർ വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തു പോയിരിക്കാം. ഞാൻ അകത്തുണ്ട്. ഞാൻ പുറത്തു പോയിരിക്കാന്ന്. ഞാൻ അകത്തുണ്ട്. എടാ, ഞാൻ പുറത്തോട്ട് പോയിരിക്കാന്ന്. ഒരൊറ്റ കൂത്തിന് ഞാൻ ഉണ്ടാക്കിയില്ലാന്ന് വെച്ചാൽ മുതലാളി പുറത്തു വരും, ഞാൻ അകത്തുണ്ട്. നീ ചൂടാവല്ലടാ സുകുമാരൻ. എനിക്ക് ആകെ ഒരു സുകുമാരനല്ലേ മോനെ. പിന്നെ എന്നെ അന്വേഷിച്ച് നമ്മുടെ ചങ്ങായിമാരാരെങ്കിലും വരും. നമ്മളെ ചങ്ങായിമാർ നമ്മളല്ല, എന്റെ മാത്രം ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അകത്ത് കിടന്നു ഉറങ്ങുക. ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങുന്നില്ലാന്ന്. എടാ, ഞാൻ അകത്ത് കിടന്നു ഉറങ്ങുന്നാന്ന്. എന്തൊരു മന്ന ബുദ്ധി പോലത്തെ മുതലാളി ഇത്. മുതലാളി ഉറങ്ങുന്നത്, ഞാൻ ഉറങ്ങുന്നില്ല. അവര് ഒരു ബാള് വേണ്ടേ? ചൂടാകില്ല. ഒക്കെ മനസ്സിലല്ലേ നിനക്ക്? അപ്പൊ വേണ്ട പോലെ നീ കൈകാര്യം ചെയ്യാം. ഞാൻ എന്നാ വേണ്ട ചെയ്തു. ചൂടാകല്ലടാ. ഉറങ്ങാൻ പോന്നല്ലേ? ഇതായി വലിയ പ്രശ്നം. ആരെങ്കിലും വന്നിട്ടുണ്ട് 2-3. പിന്നെ ബാങ്കിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോയിന്. ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്തുണ്ട്. അങ്ങനെയല്ല പറഞ്ഞിട്ട് അതിപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ ആയല്ലോ. ഓക്കെ, ആര് വരാൻ ഈ മുതലാളിനെ അന്വേഷിച്ചു. നമസ്കാരം. നമസ്കാരം. മുതലാളി ഉണ്ടോ? ആരാ? ഞാൻ ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ വരുന്ന വഴിയാ.
ഇവിടുത്തെ മുതലാളിയുടെ സുഹൃത്തു കൂടിയാ. മനസ്സിലായിട്ടില്ല. ഞാൻ ഡോക്ടറാണ്. ആ ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ. ഓ ഇവിടുത്തെ മുതലാളിയുടെ സുഹൃത്തു കൂടിയാ. ഓ മനസ്സിലായിട്ടില്ല, ഒരിക്കൽ കൂടി പറ. ചങ്ങാതി ഞാൻ ഡോക്ടറാണ്. ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ. ഇവിടുത്തെ മുതലാളിയുടെ സുഹൃത്തു കൂടിയാ. മനസ്സിലായിട്ടില്ല, ഒരിക്കൽ കൂടി പറ. എടോ ഞാൻ ഡോക്ടറാണ്. നീ ഡോക്ടറാ, എനക്കെന്താ? ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ. ബാങ്ക് നല്ല കളക്ടറേറ്റ് ഒന്നും എനക്കൊന്നുമില്ല. ഇവിടുത്തെ മുതലാളിയുടെ സുഹൃത്തു കൂടിയാണ്. മുതലാളിയുടെ സുഹൃത്തല്ല, മുതലാളിയുടെ അച്ഛനായാലും എന്താ? മുതലാളി ഇവിടെ ഇല്ല, പുറത്തു പോയി എനിക്ക് വേണ്ടില്ല അകത്ത് കിടന്നിറങ്ങുന്നത്. നായേ പോടാ. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. എന്റെ പടച്ചോനെ, അത് മറ്റേ ഗൾഫിൽ പോയ പത്രോസല്ലേ? പുള്ളുപൊടി കാരണം ഇനി മിക്കപ്പുറത്തുണ്ടല്ലോ ഞാൻ പോണേ. പത്രോസ് ഗൾഫിൽ പോയിട്ട് 10 വർഷം കഴിഞ്ഞ് വന്ന പത്രോസ് എന്തു പറയാനാ, സുഖമായിട്ട് പോകുന്നു. നീ ഇപ്പൊ ഇവിടെ തന്നെ തെറ്റിത്തിരിഞ്ഞൊക്കെ നടക്കുന്ന പരിപാടി തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചൊറിച്ചില് കാരണം ഡ്രൈവിംഗ് പഠിച്ചല്ലേ, ഒരു രക്ഷയില്ല. കണ്ടോ, സ്വർണത്തിനോട് എനിക്ക് പണ്ട് താല്പര്യം നിനക്കറിയാലോ. 15 പവനാ, 15 പവൻ. താല്പര്യമില്ല, പിന്നെ ഞാൻ വെറുതെ. ഗൾഫിലൊക്കെ അങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെയൊക്കെ നിങ്ങളെയൊക്കെ സമ്മതിക്കണ്ടോ? എന്തൊരു ചൂടാ ഇവിടെ. ഗൾഫിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ചൂടത്ത് പുറത്തിറങ്ങി അപ്പം പിടിക്കും. ആ പോലീസുകാരൊന്നും അല്ല, നമ്മുടെ കാലിലെ ടാറ്. എടാ വെയില് തുരുക്കി കിടക്കയില്ല ടാറ്, അത് അപ്പ കാലേ കയറി പിടിക്കും. ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പറയാൻ. ഇപ്പൊ ഞാനൊരു ഗൾഫുകാരനായോണ്ട് പറയുന്നല്ല, പോവല്ലേ. ഇത് സ്വർണ്ണത്തിനൊക്കെ ഇവിടെ വില കുറവാണല്ലോ, അവിടെ ഭയങ്കര വിലയാണ് സ്വർണ്ണത്തിന്. ആണല്ലേ, അവിടെ ദറംസ് അല്ലേ ഞങ്ങള്. മനസ്സിലായില്ല? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അറബിയൊക്കെ ഞാൻ പഠിച്ചു. അതെ അതെ. എടാ നമ്മുടെ ആ ബിൽഡിംഗില്ലേ, ഇതെന്നാ നമ്മളെ കഴിഞ്ഞ ദിവസം മറ്റേ ചാക്കോച്ചന്റെ തോന്നുന്നു 3 നില ബിൽഡിങ്. അറിയത് ആരെങ്കിലും ആട്ടെ, അതൊക്കെ പോട്ടെ. അതിവിടെ പണിയാൻ എത്ര നാളെടുത്തു? പറ. 12 കൊല്ലം. എന്തൊരു കഷ്ടമാണ് അറബി പറഞ്ഞാണ് ഞാൻ. ഞങ്ങളൊക്കെ ഗൾഫിലാണെങ്കിൽ ഉണ്ടല്ലോ 6 മാസം കൊണ്ട് ഈ കെട്ടിൽ അതുപോലെ അവിടെ പണി തോന്നുന്നു. അറിയാം നിനക്കത്? ഇതൊക്കെ വലിയ സംഭവങ്ങളല്ലേ. എടാ ഈ ഗൾഫ് എന്ന് പറയുന്നത് തന്നെ ലോകത്തിന്റെ വേറെ തലക്കലല്ലേ. അവിടെ എല്ലാം തലതിരിച്ചാണ് അവിടെ. പിന്നെ തലതിരിച്ചാ അവിടെ ജനങ്ങളെ മനുഷ്യരൊക്കെ തല കുത്തിയാണോ? അങ്ങനൊന്നും സംസാരിക്കരുത്. ജനങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും അറബിയൊക്കെ എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ്? ഇടത്തുനിന്ന് വലത്തോട്ടല്ല എഴുതുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ അങ്ങനെയല്ല, വലത്തിന്ന് ഇടത്തോട്ട് എഴുതുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇടത്തുനിന്ന് വലത്തോട്ട്. അവിടെ ഇതൊക്കെയാണ്. കൊണ്ടുപോകാം. നീ ഇവിടെ സിഗരറ്റ് വലിക്കാറുണ്ടല്ലോ. ഇവിടെ എങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? ഫിൽറ്ററിങ്ങനെ വായി വെച്ചിട്ട് അവിടെ എങ്ങനല്ല. സുഖമത്ത അവിടെ എങ്ങനെയല്ലാന്ന് അവിടെ എങ്ങനെയാണെന്നറിയോ? ഫ്രണ്ട് ബസ് എടുത്ത് വായിക്കാത്തൊരു വെച്ചാൽ വലിക്കുന്നു. അവിടെ അപ്പൊ കത്തിക്കുന്ന ആദ്യം അവിടെ കത്തിക്കും. കത്തിയതിനു ശേഷം വായിക്കാത്തൊരു വെച്ച് അവിടെ അങ്ങനെ വലിക്കും. സത്യം വാവുള്ളുന്ന സംഭവം ഒന്നും അല്ല ഇവിടെ. അവിടെ എങ്ങനെയാകാലോ, മുറുക്കാൻ കിടപ്പുണ്ട്. തുപ്പിക്കള. പിന്നെ ഇവിടെ മലയാള സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ സിനിമയിലൊക്കെ ഇന്റർവെൽ എന്ന് പറഞ്ഞ എപ്പോഴാണ്? സിനിമ തുടങ്ങി കുറച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു ഇടയ്ക്ക് ഇന്റർവ്യൂ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അവിടെ അങ്ങനല്ല. അവിടെ ആദ്യം തന്നെ ഒരു ഇന്റർവെൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ ആവശ്യത്തിന് രാവിലെ മുതൽ ഇന്റർവെൽ വൈകുന്നേരം കൊടുക്കും. അത് കഴിഞ്ഞ് ജനങ്ങൾ ഒരു കാര്യം ഇന്റർവെല്ലാണ്. ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ മറ്റേ മമ്മൂട്ടി, മോഹൻലാൽ അഭിനയം ഉണ്ടല്ലോ. അതൊന്നും അല്ല അഭിനയം. ഗൾഫിലെ അറബി പെണ്ണുങ്ങളുടെ അഭിനയം, അതാണ് അഭിനയം എന്ന് പറഞ്ഞാല്. അവരെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ നമ്മൾ പാടില്ല. മനസ്സിലല്ലേ? കംപ്ലീറ്റ് പാടില്ല. അതാണ് മനസ്സിലല്ലേ? അവരെന്ന് പറഞ്ഞാൽ ഭാവാഭിനയല്ല കംപ്ലീറ്റ്. എന്തൊരു ഭാവാഭിനയാ. പക്ഷെ കാണാൻ പറ്റില്ല.
കാണാൻ പറ്റില്ല, കാര്യം പർദ്ദയ്ക്കുള്ളിൽ കിടന്നല്ലേ ബാബാവിനെ കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പർദ്ദ ഇങ്ങനെ കിടന്ന് അടിക്കും, പർദ്ദ ഇങ്ങനെ ഇതുവഴിയൊക്കെ ഇങ്ങനെ കിടന്ന് അടിക്കുമ്പോൾ ഓർത്തോണം അകത്ത് അസല് ബാബാവിനെ നടക്കുക എന്നുള്ള കാര്യം ഓർത്തോണം. അവരെ കുറിച്ച് പറയണേ ഭയങ്കര വലിയ നടികളില്ലേ, ചോക്കാത്തു പറഞ്ഞേ അതിനർത്ഥം ഇപ്പൊ പറഞ്ഞ് പുറത്ത് പറയില്ല, അത് വേറെ അർത്ഥം അവിടെ. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ ഉദാഹരണത്തിന് ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിംഗ് പണി എത്ര നാളെടുക്കും? അതല്ല, ഇവിടെ ഈ ബിൽഡിംഗ് പണി 7 മാസം. 2 മാസം ഗൾഫിലാണെങ്കിൽ ഒരൊറ്റ മാസം മതി. അവിടെ എല്ലാം പകുതി സമയം പോരെ എന്റെ പൊന്നു ബഷീറെ. നമ്മുടെ ഇപ്പൊ നമ്മുടെ ഈ നാട്ടില് ഒരു പെൺകുട്ടി പ്രസവിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? എത്ര മാസം എടുക്കും പ്രസവിക്കാൻ? എത്ര സമയം എടുക്കും? പ്രസംഗിക്കാനല്ല, പ്രസവിക്കാൻ എത്ര സമയം എടുക്കും? പ്രസവിക്കും. പക്ഷെ ഗൾഫിൽ എത്രയല്ല, 5 മാസം മതി. വെറും 5 മാസം മാത്രം മതി അവിടെ ഗൾഫിൽ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ. പിന്നെ നമ്മുടെ അപ്പുറത്തെ ആ ജോസഫ് ഏട്ടന്റെ മോള് സൂസി ഇല്ലേ, സൂസി ഗൾഫിൽ നേഴ്സല്ലേ, പിന്നെ കല്യാണം കഴിഞ്ഞ് 5-ാം മാസം അവള് പ്രസവിച്ചു. നല്ല അറബി പോലെ തക്കളുമുണ്ടെന്ന് നല്ല അറബി സംസാരിക്കുന്നു. പിന്നെ മെഡിക്കൽ പെങ്കച്ചല്ലേ. കട്ടില് കുമാച്ചാച്ച, അവിടെ അറബി പറയുന്നത് കുമാച്ചാത്ത. കുമ്മച്ചാത്തല്ല, കുമാച്ചാത്ത. കട്ടിൽ അവിടെ ഉണ്ടല്ലോ പെട്ടെന്ന് പറയും കിടക്കുന്നത്. ഈ വെട്ടിനകത്ത് ഇവിടെ 4 കാലാണ്, അവിടെ എത്ര? അവിടെ 4 കാലം. വലിയ വ്യത്യാസമൊന്നുമില്ല, ഇവിടെയും 4 കാലം അവിടെയും 4 കാലം. എടാ എത്ര കട്ടിലാന്ന് വെച്ചാ അവിടെ 2 കട്ടിലാണ് 4 കാല്. ഒരു കട്ടിലിന് 2 കാലൊക്കെ ധാരാളമാണ് അവിടെ. അത് പോടാ നിനക്ക് ഇപ്പൊ എത്ര കാലുണ്ട്? ഒരു കാലം പോക്കിയ ഒരു കുഴപ്പമുണ്ടോ? മറ്റേ കാലത്ത് പോക്കിയ ഇതാണ് പ്രശ്നം. അവിടെ ഒന്നും പ്രശ്നമല്ല. അത് അറബി പഠിച്ചായിരുന്നെ കുറച്ച് പിന്നല്ലാതെ കംപ്ലീറ്റ് പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, മറ്റേ ഈ ഗൾഫിൽ വലിയൊരു സംഭവം ഉണ്ട്, മറ്റേ എന്ത് ഈ മറ്റേ ഇതില്ലേ, ഏത് സംശയങ്ങൾ ചോദിച്ചോളൂ, എന്ത് സംശയങ്ങൾ ചോദിച്ചോളൂ. കട്ടൊക്കെ വിട്ടു, കട്ടൊക്കെ വിട്ടു, കട്ട വിട്ടോ? എന്താ കട്ട കൈ വിട്ടു, മോഷണം കെട്ടുന്നതിന് കൈ വെട്ടുമോ? വെറുതെ പറയുന്നതല്ലേ ഇതൊക്കെ, വെറുതെ അറിയില്ലാത്തവർ പരത്തുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ, കട്ട കൈവിട്ടെന്ന് പറയാ പത്രത്തിൽ വായിച്ചല്ലേ. ഇതൊക്കെ വെറുതെ ഓരോരുത്തർ നുണ പറയുന്നല്ലേ. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച മോഷണക്കുറ്റത്തിന് പിടിച്ചു. അവന്റെ കയ്യിലൊന്നും തൊടാൻ പോലും പറ്റിയില്ല പോലീസുകാർ. അതിന് മുമ്പ് ഒരു മോഷണക്കുറ്റത്തിന് പിടിച്ചിട്ട് അവന്റെ കൈയും കാലും എല്ലാം വെട്ടിക്കളഞ്ഞാൽ ഏത് കയ്യിൽ തൊടാൻ? അല്ല, കൈ വെട്ടി കളഞ്ഞു അറബിയിൽ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇത്ര പെട്ടെന്ന് 6 മാസമല്ലേ പോട്ടെ, ഈ 6 മാസമായിട്ട് നിനക്ക് വരാനായിട്ട് എന്നടാ സൗകര്യം, എന്നെ പെട്ടെന്ന് പോരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ കംപ്ലൈന്റ്. അത് ഭയങ്കര കംപ്ലൈന്റ്, എന്റെ പാപ്പാക്കും ഉമ്മാക്കും പിള്ളേർക്കും. അല്ല മറ്റേ അസുഖമല്ല, മറ്റേ ഷുഗർ ഇല്ല. നമ്മുടെ അറബിയുടെ ഗോഡൌണിൽ 2 ചാക്ക് ഷുഗർ പഞ്ചസാര അടിച്ചു മാറ്റി ഞാൻ വിറ്റത് ഭയങ്കര കംപ്ലൈന്റ് ആയി. നമ്മുടെ കംപ്ലൈന്റ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൾഫ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പിന്നെ നമ്മുടെ ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, പുതിയ ബിൽഡിംഗ്, ഇപ്പൊ നല്ല പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ബിൽഡിംഗ് പണിയാൻ നമ്മുടെ ഇവിടെ എത്ര സമയം എടുക്കും? അത് പണിയാൻ സമയം എത്ര എടുത്തു? അത് പണിയാൻ സമയം എത്ര എടുത്തെന്ന് അറിയോ? നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ചു നിന്നില്ലേ, ഈ സംസാരിച്ച് നിന്ന് നേരം കൊണ്ട് അറക്കല്ല് കൂട്ടാ ബിൽഡിംഗ് അത്രയും പണിന്ന് വെച്ചാ ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല. ഹർത്താൽ മലയാളിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹർത്താലിന്റെ തലേദിവസം ബിവറേജിന്റെ മുന്നിൽ കാണുന്ന നീണ്ട ക്യൂ. ആഘോഷമായി മാറിയ ഹർത്താൽ രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ് ഈ പാവം പോലീസുകാരൻ. ഓ എന്റെ ദൈവമേ, ഇന്ന് നല്ലൊരു ഹർത്താലായിട്ട് വീട്ടിലിരിക്കാണല്ലോ. ഇനി അപ്പോഴത്തേനും ഒടുക്കത്തെ ഒരു ഡ്യൂട്ടി. ജാതിമത ഭേദമന്യേ ഇന്ന് എല്ലാരും 2 എണ്ണമൊക്കെ വിട്ട് അടിച്ചു പൊളിച്ചിരിക്കും. അപ്പോഴത്തേനും ഒരു ഒടുക്കത്തെ ഡ്യൂട്ടി. ആരെങ്കിലും കിട്ടിയായിരുന്നു ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാറ്, നേരവും പോണില്ല. എന്തു ചെയ്യൂന്ന് ആലോചിക്കണം. ഈ പോലീസ് എന്നൊക്കെ പറയുന്നത് വെറുതെ കണ്ടാ ഒരു കാര്യമില്ല, ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാ. ഇതെന്താ ആരും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണുന്നില്ല ഇവിടെ. 50 രൂപയെങ്കിലും കിട്ടുമായിരിക്കും. ചേടാ ഓടിക്കളഞ്ഞേക്കണവൻ.
പക്ഷെ ഇനിയിപ്പോ ആരും ഒരു കമ്പനിക്ക് കിട്ടൂന്ന് ഓർത്തിട്ടാണ്. എന്ന് നിന്നെ അടാ കൊല്ലുവടാ നിന്നെ. എന്നെ വെക്കി എന്നെ കൊല്ല നിന്നെ കൊല്ലുവടാ ഞാൻ. എഴുന്നേക്കടാ പൊങ്ങടാ നിന്നെ. എടാ പരമു നീയാർന്നാ? ദേ ഇടിക്കുമ്പോ ആളെന്തരം നോക്കി വേണം ഇടിക്കാൻ കേട്ടോ. എന്റെ പരമു എന്താന്നറിയാൻ പാടില്ല, ഈ തൊപ്പി തലയിൽ വെച്ച ഇടിച്ച് ഞാൻ പൊളിച്ചളയും. ആരാന്ന് ഞാൻ നോക്കൂല. സാർ ഒരു കാര്യം ചെയ്യ്, ഈ തൊപ്പി എടുത്ത് ആദ്യം കൈപ്പിടി, ബാക്കിയുള്ളവർ ഇടിച്ച് നശിപ്പിക്കും. പരമു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ പഴയ പോലുള്ള കളക്ഷൻസ് ഒന്നും ഇല്ലെന്ന്. വെറുതെ ഈയിടെയായിട്ട് നീ എനിക്കൊന്നും കൊണ്ട് തരുന്നില്ല. അല്ല നീ ഇടയ്ക്ക് ഈ ടൗണിലെ മൊബൈൽ കടയിൽ 2 പ്രാവശ്യം കയറിയിട്ട്? അതൊരു ചെറിയ മൊബൈൽ എടുക്കാൻ വേണ്ടി കയറിയത്. ചെറിയ മൊബൈൽ എടുക്കാൻ എന്തിനാണ് 2 പ്രാവശ്യം? പിന്നെ ചാർജർ പിന്നെ സാറ് കൊണ്ട് തരും. ശരിയാ. തൽക്കാലം നീ എന്റെ കൂടെ നിൽക്കും. ഇന്ന് ഹർത്താലല്ലേ, നമുക്ക് വല്ല കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ആരെങ്കിലും ഒക്കെ വരിയായിരിക്കും. അതേ നീ എന്റെ കയ്യിലാണേലും ഒന്നുമില്ലാതെ വീട്ടിൽ ചെന്നല്ലേ സർല ചേച്ചി വഴക്ക് പറയും. സർല ചേച്ചി? അതാരാടാ സർല ചേച്ചി? എന്റെ ഭാര്യ. എടാ ഭാര്യനെ കയറി ആരെങ്കിലും ചേച്ചി എന്ന് വിളിക്കോടാ. പിന്നെ പ്രായത്തിൽ മൂത്തോരെ പിന്നെ ചേച്ചി എന്നല്ല പിന്നെ എന്നതാ വിളിക്കുന്നത്. ഇവന്റെ ഒരു കാര്യം. അയ്യോ വെക്കല്ലേ തൊപ്പി നന്നായി. ചിലപ്പോ തൊപ്പി വെച്ച നിന്റെ അണ്ടം കലങ്ങി പോയനെ. ബാ നമുക്ക് അങ്ങോട്ട് കിടക്കാം, ആരെങ്കിലും കിട്ടും. ബാ. എടാ പരമു, എന്തായാലും നിനക്കിന്നൊന്നും കിട്ടിയില്ല എന്നോർത്ത് നീ പേടിക്കണ്ട. ഇന്ന് ഹർത്താലാണല്ല, ആരെങ്കിലും നമ്മുടെ ഇടയിൽ വന്ന് പെടാതിരിക്കില്ല. എന്തായാലും കിട്ടിയ അതിന്റെ പകുതി ഞാൻ നിനക്ക് തന്നേക്കാം. ഉറപ്പാണ്. പക്ഷെ നേരം എടുത്തിട്ട് നീ പോകാവുള്ള എന്റെ കൂടെ നിന്നോളാം. അല്ല തരുവോ, ഷെയർ തരുവോ? ഷെയർ തരാം. ഒരർത്ഥത്തിൽ സാറും ഞാനൊക്കെ ഒരേപോലെ അല്ലേ? അതെന്താടാ? സാർ യൂണിഫോം ഇട്ട കള്ളൻ, ഞാൻ യൂണിഫോം ഇടാത്ത കള്ളൻ. ഒരേ തൂവൽ പക്ഷികൾ. നിന്റെ കള്ളക്കടക്കണ്ണി ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണി. ലജ്ജാവതി പാടാൻ നീരാ പിന്നെ ജാസി ഗിഫ്റ്റോ? ഞാൻ വെറുതെ പാട്ട് പാടിക്കൊണ്ട് ഇടിച്ചു നിന്നെ ഞാൻ. സൈക്കിളിന് ബെല്ലോടാ നിന്റെ സൈക്കിളിന്. എന്റെ പൊന്ന് സാറേ, ബ്രേക്ക് ഇല്ലാത്ത സൈക്കിൾ എങ്ങനെ ബെല്ലുണ്ടാവുക? ബ്രേക്ക് ഇല്ലെന്നവന്. അപ്പൊ നിന്റെ സൈക്കിളിന് ബ്രേക്കും ഇല്ലേ? ഈ സാറിനൊന്നും അറിയാൻ മേലാത്തപോലെ ലൈറ്റ് ഇല്ലാത്ത സൈക്കിളിന് എങ്ങനെയാ ബ്രേക്ക് ഉണ്ടാവുക? എടാ അപ്പൊ നിന്റെ സൈക്കിളിന് ലൈറ്റ് ഇല്ല, ബെല്ലില്ല, ബ്രേക്ക് ഇല്ല, ഒന്നുമില്ലേ? എന്റെ പൊന്ന് സാറേ, സ്റ്റാൻഡ് ഇല്ലാത്ത സൈക്കിളിന് എന്തിനാ ഈ മാതിരി സാധനങ്ങളൊക്കെ? ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? അത് ശരി, അപ്പൊ നിന്റെ സൈക്കിളിന് സ്റ്റാൻഡും ഇല്ല, ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല, ലൈറ്റും ഇല്ല അല്ലടാ? എന്റെ പൊന്ന് സാറേ, കട്ടോണ്ട് വരുന്ന സൈക്കിളിൽ ഈ സാധനങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റുമോ നമുക്ക്? എടാ അവൻ കട്ടോണ്ട് വന്ന സൈക്കിൾ, കട്ടോണ്ട് വന്ന സൈക്കിളാ. നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജയിലിൽ ചാടി വരുന്ന എന്നെ ഇനി എന്നൊന്ന് അറസ്റ്റ് ചെയ്യാൻ ഒന്ന് പോ സാറേ അവിടുന്ന്. എടാ അവൻ ജയിലേടി വന്നാണല്ലേ? നിന്നെ എടുത്തോളാടാ ഞാൻ. ഇനി എപ്പോ എടുക്കാൻ അവനെ? അവനോടൊക്കെ ദൈവം ചോദിച്ചോളൂ. ഇങ്ങോട്ട് മാറിക്കണം. എന്താണ് നിന്റെ പേര്? SI കുട്ടമ്പിള്ള. ഓ നിങ്ങളോടല്ല, ഞാൻ അവനോടാ ചോദിച്ചു. അവനോട് ഞാൻ ചോദിച്ചോളാം. അതിനുള്ള പ്രായവും കാര്യങ്ങളൊക്കെ ഇരിക്കണ്ടോ കേട്ടോ. താൻ കയറി ചോദിക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങോട്ട് മാറിക്കടാ, ഇങ്ങോട്ട് മാറാം. എന്താണ് അത്? ഇത് കുറച്ച് ബോംബാണ് സാർ. നാളെ ഹർത്താലല്ലേ, നാട്ടുകാർക്ക് അടിച്ചു വിളിക്കാൻ വേണ്ടി കുറച്ച് ബോംബാ. എടാ ബോംബ് ആരെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടു നടക്കോടാ? കൊണ്ടു നടക്കോടാ ആരെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ ബോംബ്? സഞ്ചി കിട്ടിയില്ല സാർ. സഞ്ചി കിട്ടിയില്ല? തോപ്പി വെച്ച ഞാൻ ആരാന്ന് നിനക്ക് അറിയാമോടാ? ഈ തോപ്പി തലേ കയറിയ നിന്നെ ഞാൻ അയ്യോ അയ്യോ പ്ലാസ്റ്റിക് കേരളത്തിൽ നിരോധിച്ചേക്കുവാണ്. ആണോ? പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം ഇവിടെ കണ്ടുപോകരുത്. ബോംബായാലും കൂമ്പായാലും എന്തായാലും ചാക്കി കെട്ടിക്കൊണ്ട് നടന്നോളാം കേട്ടോ. എന്റെ സ്റ്റേഷൻ പരിധിയിൽ പ്ലാസ്റ്റിക് കണ്ട നിന്റെ അണ്ടൻ ഞങ്ങൾക്ക് ഞാൻ കേറിപ്പോടാ, വിട്ടുപോടാ. തൊപ്പി വെക്കണ എന്നോടാ അവന്റെ കളി അല്ല പിന്നെ. എടാ പരമു, നിന്നെ കട ഇപ്പൊ ഒറിജിനൽ പോലീസായിട്ട് തോന്നൂലടാ. എന്നെക്കാളി തൈലാട്ടാ. സത്യത്തിലുണ്ടല്ലോ സാറ് കള്ളനും ഞാൻ പോലീസും ആകേണ്ടതാ. ഓടാ അവിടുന്ന്. പക്ഷെ നിനക്ക് എന്തിന്റെ ഒരു കുറവുണ്ട്. കുഴപ്പമൊന്നും നീ ഇത് പിടിച്ചേ. ഇതിന്റെ കുറവല്ലടാ, ശരിക്കും എന്തിന്റെ ഒരു കുറവുണ്ട്. എന്തോ ഒരു സാധനത്തിന്റെ സാർ ഈ തൊപ്പി ഇങ്ങോട്ട് തന്നെ. തൊപ്പിയുടെ കുറവാണ്. ഐശ്വര്യമായിട്ട് ഈ തലയിലോട്ട് വെച്ച് ഇന്നാ എന്റെ പൊന്നോ. കൊള്ളാം. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അമ്മേ, എന്തിനാ പരമോ നീ എന്നെ ഇങ്ങനെ ഇട്ട് ഇടിച്ചത്? എന്താന്നറിയാൻ മേല, ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ. ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല.